നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം, മോർണിംഗിൽ എണീക്കണം, എക്സസൈസ് ആരാ പോവാറ്? 95% ആൾക്കാർ പോവില്ല. അതിന്റെ കാരണം അടിച്ചിട്ട് പോകും. അപ്പൊ നമ്മൾ ഈ എക്സിക്യൂഷനിൽ ഫെയിലിയർ ആണ് അധികം ആളുകളും. അപ്പൊ കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ. കാരണം നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട്, സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷൻ പോലും കിട്ടില്ല. ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിന് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നുമില്ല. അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ, എനിക്കത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരികയാണ്, ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ബിസിനസ്സിനെ നമുക്ക് നിങ്ങൾക്കൊരു ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഒരു ആപ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 പ്രോസസ്സുകളുണ്ട്. അതിലാദ്യം ഒരു സീഡ് വേണം. ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം. അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാവുന്നതിന് ആപ്പിൾ പറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ബിസിനസ്സിൽ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ ഉള്ളൂ, അത് സീഡ് മാത്രമേ ഉള്ളൂ. ഇനി ആ സീഡിന് ഒരു സ്ഥലം വേണം, ലാൻഡ് വേണം. ഇപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ്, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളത്ത് കഴിഞ്ഞാലോ വിളയണമെന്നില്ല. അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഉണ്ടാവില്ല എന്നല്ല, അത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് പല ആൾക്കാർ സംരംഭകർക്ക് അറിയില്ല. ചില ആളുകൾ സെലക്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം, ചില ആളുകൾ സെലക്ട് ചെയ്യേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലം, ചില ആളുകൾ എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിംഗ് ഓണർ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. അതല്ല, ആ സീഡിന് അനുയോജ്യമായ സ്ഥലമല്ലേ വേണ്ടത്, അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് മനസ്സിലാവുക. കാരണം ഇതിന്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ്. ഇപ്പോൾ എറണാകുളം ഇതുപോലെയല്ല ഉള്ളോട്ട് ഒരു സ്ഥലത്ത്, അതുപോലെ ആവില്ല മലപ്പുറം, അതുപോലെ ആവില്ല കാലിക്കറ്റ്. എല്ലാ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസ്സിൻ്റെ സൈസ് ഫിക്സ് ചെയ്യും. അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക. പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ. കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു, ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിലെ ഇയാളുടെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം വെക്കുക. ഇയാളുടെ കയ്യിൽ ആകെ 20 ലക്ഷമുള്ളൂ, ബാക്കി 30 ലക്ഷം രൂപ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക? 20 ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും, ഫെയിലിയർ ആവും, പക്ക ഫെയിലിയർ ആവും. കാരണം അപ്പോൾ ആ 30 ലക്ഷത്തെ സോഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം, അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വിൽക്കണം, അതിനും താല്പര്യമില്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ് ആണെങ്കിൽ, എല്ലാ ബിസിനസ്സിലും പറ്റില്ല, അങ്ങനത്തെ ബിസിനസ് ആണെങ്കിൽ അത് അഡോപ്റ്റ്. ഈ 3 മാർഗ്ഗങ്ങളിലൂടെ എനിക്ക് ക്യാപിറ്റൽ സോഴ്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഇതൊക്കെ ചെയ്തു, എല്ലാം റെഡിയാണ്, ഈ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ക്രിട്ടിക്കൽ, ഹൗ ടു മാർക്കറ്റ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും? നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു സ്പോട്ടിൽ തുടങ്ങിയത് കൊണ്ടോ നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം. കസ്റ്റമർ അസോസിയേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഇതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ക്യാപിറ്റൽ തന്നെ ഒരു 30%, ഇപ്പോഴത്തെ കാലത്ത് ഒരു 30% നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഫിസിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ 2 മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലുള്ള മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യൂ ഉള്ളത് ഡിജിറ്റൽ വേൾഡിലാണ്. ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ലാൻഡ് എവിടെയെന്ന് വെച്ചാൽ ഡിജിറ്റൽ വേൾഡിലാണ്. ഇപ്പോൾ Amazon.comന്റെ വാല്യൂ എത്ര? ആ ഡൊമൈൻ്റെ ഹെവി അല്ലേ? അപ്പോൾ അതേപോലെ ഫേസ്ബുക്കിന്റെ വാല്യൂ, അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഭൂമിയിലുള്ള ലാൻഡിനേക്കാളും വിലയുണ്ട് ഡിജിറ്റൽ വേൾഡിൽ. ഇനിയുള്ള കാലത്ത് കറക്റ്റാണ്. ഒരു ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായിട്ടും 30% നമ്മൾ മാർക്കറ്റിംഗിലേക്ക് മാറ്റി, അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അത് തുടങ്ങുന്നത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്. അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. അതിന് കാരണമുണ്ട്, അതിന് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ വാങ്ങിയിട്ടുള്ള ശീലമേ ഉള്ളൂ. അതെ,
ലാൻഡ്, ഷോറൂം, ബിൽഡിംഗ്, ഇതൊക്കെ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇത് ഫിസിക്കൽ അസറ്റുകളാണ്. ഡിജിറ്റൽ അസറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീലം നമുക്കില്ല. അതുകൊണ്ട് ഡിജിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ട് പുതിയ ജനറേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പഴയ ആളുകൾക്ക് അതില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ 30% മാറ്റി വെക്കാത്ത ഒരാൾ ബിസിനസ് തുടങ്ങുകയാണ്, എന്താ സംഭവിക്കുക? ഇയാളുടെ കയ്യിൽ 50 ലക്ഷമുണ്ട്. ഈ 50 ലക്ഷം ഫുള്ളായിട്ട് ഇയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങിയ പിറ്റേ ദിവസം മുതൽ മാർക്കറ്റിംഗ് ക്യാഷ് ഇല്ല. ഇതിൽ നിന്ന് എടുത്ത പൈസ എടുത്തു കഴിഞ്ഞാൽ ഇൻവെന്ററി താഴ്ത്തേക്ക് പോകും. അപ്പോൾ ഈ മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇയാൾ ടോട്ടലി ആ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. പിന്നെ കുറച്ചു കാലത്തേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ അട്രാക്ട് ചെയ്യും. പുതിയൊരു സ്ഥാപനം തുടങ്ങും, അത് 6 മാസം മാക്സിമം പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈൻ ആവാൻ തുടങ്ങും. പക്ഷേ ഈ 6 മാസത്തെ ബിസിനസ് കണ്ടിട്ട് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? എല്ലാ കാലത്തും ഈ ബിസിനസ് ഉണ്ടാവും, അവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വണ്ടിയിൽ എണ്ണ അടിക്കുന്നത് പോലെയാണ്. വണ്ടി എത്ര കാലം ഓടിക്കണോ അത്ര കാലം റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അത് ഫില്ല് ചെയ്യാത്തൊരു രീതി വരണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണം. ലോയൽറ്റി എന്ന് പറയുന്നത് 100% ആ കസ്റ്റമർ അവിടെ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം. അവർ റിപ്പീറ്റ് ആയിട്ട് അവിടെ നിന്ന് എടുക്കും. അവർ ലോയലായിട്ട് മാറിയിട്ടുണ്ടാവും കസ്റ്റമർ. ഒരു സ്ഥാപനത്തിന് 1 ടൈം കസ്റ്റമർ, റിപ്പീറ്റ് കസ്റ്റമർ, ലോയൽ കസ്റ്റമർ ആൻഡ് അഡ്വക്കേറ്റ് പ്രൊമോട്ടർ, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ലോയലാക്കി മാറ്റണമെങ്കിൽ മിനിമം 2-3 കൊല്ലം നമ്മൾ സർവീസ് കൊടുക്കണം. അപ്പോൾ അവർ ലോയലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ മാർക്കറ്റിംഗ് അത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെ അതുവരെ ക്യാഷ് ഇടാൻ അവരുടെ കയ്യിൽ വേണ്ടേ? അത് മാറ്റി വെക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു, ലൊക്കേഷൻ ഫൈനലൈസ്. പിന്നെയുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരന് ഇതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എല്ലാ ബിസിനസ്സുകളിലും പീപ്പിൾ ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി. ഇത് മൂന്നിനെയും ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ നമ്മൾ കാണുന്നുണ്ട്, അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ടെക്നോളജിയും പ്രോസസ്സും ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നുണ്ട്. അവർക്ക് HRM സിസ്റ്റം വേണം, എന്നാൽ അവർ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ, അവരുടെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം. ഓർഡറിൻ്റെ പ്രോസസ്സ് ഉണ്ട്, ഡെലിവറി പ്രോസസ്സ് ഉണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ്, എല്ലാത്തിലും പ്രോസസ്സുകളുണ്ട്. ആ ഓർഡർ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ആ ടെക്നോളജി കൊണ്ടുവരാനും ഇവർക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരാൾ ഒരു ആശയം കൊണ്ട് വന്നാൽ ഒന്നാമത്തത് അയാൾക്ക് ആശയത്തെ ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള എവിടെ പ്ലേസ് ചെയ്യണം അത് പറഞ്ഞു കൊടുക്കുന്നു. ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബഡ്ജറ്റ് പ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയ മാനേജ്മെൻറ്റ് ഏരിയ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാധനം, എല്ലാ ബിസിനസ്സിലും സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും. അത് ആ ബിസിനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെയാണ്, ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ വേറെയാണ്, കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണെങ്കിൽ വേറെയാണ്, എല്ലാത്തിലും ഒരു ക്രിട്ടിക്കൽ സക്സസ്. അല്ലെങ്കിൽ ഒരു 100 ബിസിനസ് എടുത്തു നോക്കാം, നമ്മൾ ഒരു 100 ഹോട്ടൽ എടുത്തു നോക്കാം, അതിൽ എത്ര പേരെ വിജയിച്ചിട്ടുള്ളത്? 90 പേരും ഫെയിലിയർ ആയിരിക്കും. 90 പേരും വെറുതെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും. അതിലൊരു 10 പേരെ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു അങ്ങാടി, ആ കടയിലേക്കാണല്ലോ നമ്മളധികം പോവാറ്. ആ വിജയിച്ച കട, അവർക്കൊരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടറിനെ ഇവർക്ക് മനസ്സിലാവണം. അത് എല്ലാത്തിലും യുണീക്ക് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ പല സ്ഥലത്തും പോയാൽ കിട്ടുമായിരിക്കും, പല ക്ലാസ്സിലും പോയാൽ കിട്ടുമായിരിക്കും. പക്ഷേ ഓരോ ബിസിനസ്സിലും ഇൻഡിവിജ്വൽ ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള സക്സസ് ഫാക്ടർ വേണം. മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. മറ്റുള്ളവരുടെ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം, പീപ്പിൾ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം, ടെക്നോളജി കോപ്പി ചെയ്യാം, പലതും കോപ്പി ചെയ്യാമായിരിക്കും, ഡിസ്പ്ലേ പ്രൊഡക്റ്റ് ഒക്കെ കോപ്പി ചെയ്യും. പക്ഷേ ആ ബിസിനസ്സിനെ വിജയിപ്പിച്ചടക്കുള്ള സക്സസ് സീക്രട്ട് അതൊരു ഓരോന്നിനും യുണീക്ക് ആയിരിക്കണം. കാരണം അവർ വിജയിച്ച ആ പാതിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ വിജയിച്ചതൊക്കെ കോപ്പി ചെയ്തിട്ട് പല ആൾക്കാർക്കും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ യുണീക്ക് സക്സസ് ഫാക്ടർ, അതല്ല ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിങ്. സൊല്യൂഷൻ മാസ്റ്റർ നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാനുള്ള ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. അത് കസ്റ്റമേഴ്സ് ചെയ്ത് തരുന്നു. അതൊരു 3 hours പ്രോസസ്സാണ്. കൃത്യമായി ബിസിനസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അത് 1 2 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ബിസിനസ്സുകൾക്ക് അനുസരിച്ചാണ് അത് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഒന്ന് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് 2 3 കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗിക്കാം, രണ്ടാമത്തെ ആയില്ലെങ്കിൽ മൂന്നാമത്തെ ഉപയോഗിക്കാം. അതാണ് സൊല്യൂഷൻ മാസ്റ്ററിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം.